ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും. മരണം നിശ്ചയമാണ്. സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? എന്നെ നടക്കാനൊന്നും പഠിപ്പിക്കണ്ട. ഓ ആയിക്കോട്ടെ. എല്ലാം ശ്രദ്ധിക്കണം. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇന്ന് ജോലിക്കാർ കുറവാണോ കിരൺ? അതെ സാർ, അതർ സ്റ്റേറ്റ്സിൽ നിന്ന് കുറച്ച് പേര് എത്തിയിട്ടില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് കോൺട്രാക്ടർ പറഞ്ഞു. അത്തരം മറുപടികൾ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ജോലി കൊണ്ടുപോകാൻ പറ്റുമോ? സോ ലേബർ സപ്ലൈ എന്ന മറ്റുള്ളവരില്ലേ, അവരെ കോൺടാക്ട് ചെയ്യും. ഓക്കെ സാർ. കിരൺ, ഇതിന്റെ വിഡ്ത്ത് ഇതല്ലല്ലോ. കറക്റ്റാണ് സാർ. നോ, ചേഞ്ച് ഉണ്ടോ? ഗെറ്റ് മീ ദ പ്ലാൻ. ഒരു മിനിറ്റ് സാർ. സാർ പ്ലാൻ. ആസ് പെർ പ്ലാൻ 55 സെന്റിമീറ്റർ. അതാണ് ഇതിന്റെ വിഡ്ത്ത്. ഇതെത്രയുണ്ട്? അത് 65 ആണ് സാർ. താൻ നേരിട്ട് നിന്ന് ചെയ്യിക്കുന്ന പണിയല്ലേ, അതിന് തൊഴിലാളികളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? സാർ ഇനി ഇത് ആവർത്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ പ്ലാൻ വർക്കൗട്ട് ആവില്ല. ഓക്കെ? ശരി സാർ. പിന്നെ സാർ, ഇന്നൊരു ദിവസം എന്നെ ലൈനിൽ കിട്ടില്ല. സോ എനിത്തിങ് ടു ഡിസ്കസ് നാളെ രാവിലെ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സാർ. ഓക്കെ? ഇതൊക്കെ എന്തിനാ നവീൻ നേരിട്ട് ചെയ്യുന്ന? നമ്മൾ നമ്മുടെ ജോലിയിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അയാൾക്ക് തെറ്റുപറ്റാം, പക്ഷേ എനിക്കത് പറ്റാൻ പാടില്ല. എന്നോടുള്ള കമ്മിറ്റ്മെന്റ് അയാൾ തെറ്റിച്ചാലും എനിക്ക് പണം തരുന്നവരോടുള്ള കമ്മിറ്റ്മെന്റ് ഞാൻ തെറ്റിക്കാൻ പാടില്ല. കുറച്ച് സമയം ഒന്ന് മുടക്കിയ ഈ ബിൽഡിംഗ് പോലെ നമുക്ക് നമ്മളെയും ബിൽഡ് ചെയ്യാം. നവീന്റെ വിവാഹ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് തിരുമേനി. പൂജ നന്നായി പര്യവസാനിച്ച നിലയ്ക്ക് ഇനി ശാപത്തിനെ കുറിച്ച് പേടിക്കേണ്ടതില്ലല്ലോ. പറയുന്നതിലൊരല്പം വിഷമമുണ്ട്. കളരിക്കൽ തറവാടിനെ ഗ്രസിച്ചിരുന്ന ശാപം ഇനിയും മാറിയിട്ടില്ല. തിരുമേനി, സർപ്പക്കളവും പൂജയും നടത്തി നാഗത്തിനെ കുടത്തിൽ അടച്ചതുവരെ എല്ലാം ഭദ്രമായിരുന്നു. പക്ഷേ നാഗം ആ കുടത്തിൽ നിന്ന് പുറത്തിറങ്ങി. നാഗം കുടത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് പൂജയുടെ പരാജയമാ സൂചിപ്പിക്കുന്നത്. തിരുമേനി എന്തൊക്കെയാ പറയണേ? ഈ വിവരം തറവാട്ടിലുള്ളവരെ അറിയിക്കുന്നതിനായി ഞങ്ങൾ അവിടെ വന്നിരുന്നു. പക്ഷേ വിധി ഇതെന്ന് പറയട്ടെ, അപ്പോഴേക്കും വിവാഹ നിശ്ചയം പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. ഇനിയൊരു പരിഹാരം ഇല്ലെന്നാണ്. ഒരു കാര്യം നിസ്സംശയം പറയാം, ഈ ആലോചനയുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും. മരണം നിശ്ചയമാണ്. വെറുതെ ഒരു ദിവസം വേസ്റ്റ് ചെയ്തു. ഒരു ദിവസം ആയിട്ടില്ല, 24 hours എനിക്ക് അനുവദിച്ചതാ. 24 മണിക്കൂറും ഇങ്ങനെ കറങ്ങി നടക്കാനാണോ ഉദ്ദേശം? എനിക്ക് വിശക്കുന്നു. ഫുഡ് കൃത്യസമയത്താണോ? ഫുഡ് മാത്രല്ല, എല്ലാ കാര്യങ്ങളും. ഗുഡ്. നമുക്ക് ഹോട്ടൽ എമറാൾഡിലേക്ക് പോവാം. ഇറ്റ്സ് എ 5 സ്റ്റാർ ഹോട്ടൽ. ഫുഡ് കഴിക്കാനല്ലേ? ഇപ്പൊ തന്നെ പോവാം. ഇറങ്ങടോ. ഇവിടെന്താ? തനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഇവിടെയോ? അല്ല, ഇതെന്തോ ഹോട്ടലാണോ? ഇങ്ങനൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു തന്നിട്ടാണോ എന്നെ ഇംപ്രസ് ചെയ്യുന്നേ? നമ്മൾ വന്നത് ഫുഡ് കഴിക്കാനല്ലേ, കെട്ടിടത്തിന്റെ അളവെടുക്കാനല്ലല്ലോ.
ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. വലിയ വലിയ കക്ഷികൾ പറഞ്ഞിട്ടുള്ളതാ. ആഹാരത്തിന്റെ കാര്യത്തിൽ അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. ശരിയോ? ഈ സിറ്റിയിൽ തന്നെ ഏറ്റവും പഴയ ഹോട്ടലുകളിൽ ഒന്നാണ്. ഫുഡിന് പഴക്കം കാണോ? ഐ ആം റിയലി സോറി. ഇത്തരം കോമഡികൾ ഞാൻ ആസ്വദിക്കാറില്ല. ഹായ് സർ. ഹായ്. ഓക്കെ, എനിക്കെന്താ വാങ്ങി തരാൻ പോകുന്നേ? താനെന്ത് കഴിക്കണമെന്നുള്ളത് തൻ്റെ ഇഷ്ടമല്ലേ? മെനു നോക്കി ഓർഡർ ചെയ്യും. ആഡംബരവേ കുറവുള്ളൂ, സ്വാദിന് കുറവുണ്ടാവില്ല, മായവും ഉണ്ടാവില്ല. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. നവീൻ എന്താ പറയുന്നേ? എനിക്ക് വേണ്ടത് ഞാൻ പറയാം, തനിക്ക് വേണ്ടത് താനും പറയണം. പ്ലീസ്. ഒരു പാസ്ത, ഓക്കെ മാം. ദെൻ ഒരു ഓറഞ്ച് ജ്യൂസും. ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മതി. ഓക്കെ സർ, താങ്ക് യു. ഇവളിത് എന്തൊക്കെയായി പറയുന്നേ? ഓപ്പറേഷൻ നടത്താൻ ആശുപത്രി പോവാനാണെങ്കിൽ അങ്ങ് പോയാ പോരെ? അതിനെന്തിനാ ചെന്ന് നോക്കുന്നേ? അതമ്മേ, വലിയ ആശുപത്രിയല്ലേ, അവിടെ കുറെ കാര്യങ്ങളൊക്കെ എഴുതാനും പൂരിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടല്ലേ അവള് പോകുന്നേ. എന്നാലും എനിക്കെന്തോ ഈ ഇടപാട് തന്നെ പിടിച്ചിട്ടില്ല. എന്താടി അവിടെ ഉണ്ണിമായേ? ശ്രീമതി തങ്കത്തിന്റെ സംശയം. ഞാൻ എന്തിനാ പോകുന്നേന്നല്ലേ? ഞാനേ ഒളിച്ചോടി പോവാ. കൂടെ ഒരു പയ്യനും ഉണ്ട്. ആ, എന്നാ ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ. കേട്ടോ കേട്ടോ, മകൾ ഒളിച്ചോടി പോണെന്ന് പറയുമ്പോ ഇങ്ങനെ മറുപടി പറയുന്ന ഒരാളെ ഭൂമിയിൽ വേറെ കാണാൻ പറ്റുമോ? അതെ, ഹോസ്പിറ്റലിൽ എന്താ പ്രത്യേകിച്ച് പണിയെന്നല്ലേ? അമ്മയുടെ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറെ വലിയ തിരക്കുള്ള ഒരാളാ. ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെയാ ആൾക്കാർ കെട്ടിക്കാത്ത് കിടക്കുന്നെ കാണാൻ. ഇതിപ്പോ എനിക്ക് കാണാൻ അവസരം കിട്ടിയതേ ഞാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി ഒരു ശുപാർശ നടത്തിയിട്ടാ. ഡോക്ടറെ കാണണം. അമ്മയുടെ ഇതുവരെയുള്ള ചികിത്സയുടെ എല്ലാ റെക്കോർഡുകളും ഡോക്ടറെ കാണിക്കണം. അതിനുശേഷം ഡോക്ടർ പറയാ എപ്പോ ഓപ്പറേഷൻ നടത്താം, എപ്പോഴാ അഡ്മിറ്റ് ആവേണ്ടെന്നു. മനസ്സിലായോ? എന്നാലും 1-2 ദിവസമൊക്കെ സിറ്റിയില് നീ എവിടെ താമസിക്കും മോളെ? എന്റെ അമ്മേ, ഞങ്ങൾ കുറച്ച് പൊട്ടി പെണ്ണുങ്ങളല്ലേ സിറ്റിയിൽ പോവാത്തുള്ളൂ. അവിടെ എന്തോരം പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ ഒരു കുഴപ്പമില്ലാതെ അവിടെ താമസിക്കുന്നില്ലേ? പിന്നെ ആരായി പോകുന്നേ?